നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീമിന്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം വെച്ചിട്ടായിരുന്നു. അന്ന് മുതലേ ഒരുപാട് കൊച്ചുകുട്ടികളാണെന്ന് തോന്നുന്നു ആവശ്യപ്പെടുന്നത് ക്രീം ഇല്ലാത്ത ഐസ്ക്രീം ഉണ്ടാക്കി കാണിക്കണേ, വിപ്പിംഗ് ക്രീം കിട്ടാനില്ല, ഫ്രഷ് ക്രീം കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ യാതൊരു തരത്തിലുള്ള ക്രീമുകളും ഉപയോഗിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. മിക്കവാറും എല്ലാ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഐസ്ക്രീം എത്ര ക്രീമി ആയിട്ടിരിക്കുന്ന ഐസ്ക്രീമാണ്. ഇത് കണ്ടാലും പറയില്ല, കഴിച്ചാലും പറയില്ല നമ്മളിതൊരു ക്രീം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പൊ അത് ഇങ്ങനെ വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചു ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റും ഒക്കെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഇപ്പം നല്ല ചൂടും അല്ലേ, അപ്പോൾ വെക്കേഷനാണ്, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുവാണ്. അപ്പം കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഐസ്ക്രീം നമ്മുടെ കൊച്ചു കുട്ടികളാണ് ആവശ്യപ്പെട്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമ്മുടെ ചിക്കൂസ് ഡൈനിലെ എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടി ഞാൻ ഈ ഒരു ഐസ്ക്രീം ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈസി വാനില ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ചേർത്താലും മതി. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കോൺഫ്ലോർ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിനായിരിക്കണം വേണ്ടത് കേട്ടോ. അല്ലാണ്ട് പൊടി അധികമായിട്ട് കുറച്ച് ബട്ടറുമായിട്ട് അങ്ങനെ ആവരുത്. പൊടി ഇങ്ങനെ ബട്ടറിൽ ഇങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് നല്ല മൂത്ത് വരണം. ആ ഒരു പച്ചമണം മാറി വരണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു പരുവാകും. ഇത് കളറൊന്നും മാറിപ്പോകരുത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽമയുടെ പാക്കറ്റ് പാലാണ് ചേർക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ സാധാരണ നീല പാക്കറ്റ് ഉണ്ടല്ലോ മിൽമയുടെ, അതാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മെഷർമെന്റ് കപ്പാണ് കേട്ടോ, അതുകൊണ്ട് 2 പ്രാവശ്യം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ അങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതങ്ങ് തിക്കായിട്ട് വരും. 2-3 മിനിറ്റ് ഒന്ന് വെച്ച് ഇളക്കുമ്പോൾ തന്നെ അങ്ങ് തിക്കായി വരും. ഇപ്പം അത്യാവശ്യം തിക്കായിട്ടുണ്ട്. നമുക്ക് ഓഫായി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അധികം കളറില്ലാത്ത എസൻസ് ആണിത്, അതുകൊണ്ട് തന്നെ ഒരു ശകലം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം മതി. ഇനി അതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇതിപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, കുറുകിയിരിക്കുകയാണ്, എന്നാൽ ഒരുപാട് തിക്കുമല്ല. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെങ്കിൽ അടപ്പുകൊണ്ട് തന്നെ അടച്ച് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. അത് അവിടെ ഇരിക്കട്ടെ. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീമിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലായിട്ടുണ്ട്. സെമി സോളിഡ് ആണ്. ചെറുതായിട്ട് കുറച്ച് ഒന്ന് കട്ടിയൊക്കെ ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോണത് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്. എല്ലാവരുടെയും വീട്ടിലുള്ള പഴമാണ് കേട്ടോ. പൂവമ്പഴോ പിന്നെ നമ്മുടെ രസകദളി പഴമില്ലേ, ആ പഴം ആയാലും മതി. ഇത് പാളയംകോടൻ പഴം, മൈസൂർ പഴം എന്ന് പറയുന്ന പഴമൊന്നും, പുളിയുള്ള പഴമൊന്നും എടുക്കരുത്. ഇത് മാത്രമേ എടുക്കാവുള്ളൂ. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ ഇടുന്നുള്ളൂ. ചെറിയ പഴമാണെങ്കിൽ 1 മാത്രം ഇട്ടാൽ മതി. അധികം ഇടായി പോരുത്. അപ്പോൾ പഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കും. അങ്ങനെ വരികയോ ചെയ്യരുത്. കാരണം നമ്മുടെ ഈ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ പഴം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയേയില്ല. അപ്പം അത് ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. പകുതി എടുത്തിട്ട് നമുക്കിതങ്ങ് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ബ്ലാക്ക് സീഡ്സ് ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പഴം ചേർത്തിട്ടുണ്ടെന്ന് കഴിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് മാത്രമല്ല, അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടങ്ങ് അടിച്ചോട്ടെ. നല്ല വെള്ളം പോലെ അങ്ങ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. അത് വേണ്ട, നല്ല ലൂസായിട്ടുണ്ട്, നന്നായിട്ട് ലൂസായിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് അടിയണം കേട്ടോ, കഷ്ണങ്ങളൊന്നും കിടക്കരുത്. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പം എടുക്കണം. അതിപ്പം ഓരോ ഫ്രിഡ്ജിന് അനുസരിച്ചിരിക്കും കേട്ടോ കട്ടിയാവുന്ന എങ്ങനെയാണ്. ഐസ്ക്രീം അത്യാവശ്യം നന്നായിട്ട് തന്നെ കട്ടിയായിരിക്കണം.
ഇപ്പം ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ എല്ലാ കട്ടകളും ഉടയണം, എന്നാൽ ഒരുപാട് ലൂസായി പോകരുത്. തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇനി നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പം അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ടാണുള്ളത്. അത് മാത്രമല്ല ഒരുപാട് ലൂസായി പോയിട്ടില്ല, അങ്ങനെ ലൂസായി പോകരുത്. ഇനി നമുക്കിത് ആ കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ രണ്ടാമത് അടിക്കുമ്പോൾ വേണ്ടത്. അത് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തട്ടി കൊടുക്കുകയാണ്. നമുക്ക് അടച്ചു വെച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 3-4 മണിക്കൂറൊക്കെ തന്നെ വേണ്ടി വരും. സാധാരണ ചെയ്യുന്നത് വൈകുന്നേരമാണ് ചെയ്യുക. വൈകുന്നേരം ചെയ്ത് രാത്രിയാകുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും അടിച്ച് ഫ്രീസറിലങ്ങ് വെച്ചേക്കും. രാവിലെ ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ഐസ്ക്രീം ആയിട്ടുണ്ടാവും. നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ എടുക്കുന്നതിന് മുമ്പേ ഫ്രീസറിൽ നിന്ന് എടുത്തൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഓവർനൈറ്റ് ഫ്രീസറിലിരുന്ന് നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. കണ്ട, നല്ല കറക്റ്റ് ടെക്സ്ചറൊക്കെയാണ് ഐസ്ക്രീമിൻ്റെ. നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഒരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തെ സ്കൂപ്പ് ഇട്ടിട്ടുണ്ട്, മൂന്നാമത്തെ സ്കൂപ്പ് ഇട്ടു. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. ഒരു ചെറിയും കൂടി ഇരിക്കട്ടെ മുകളിൽ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എന്താ പറയുക, വായിലിട്ടിട്ട് ഇങ്ങനെ നുണഞ്ഞ് ഇറക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഇപ്പം ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല കേട്ടോ. പഴം നമ്മളിതിൽ ചേർത്തിട്ടുണ്ടെന്ന് അറിയുന്നേ ഇല്ല. നല്ല ക്രീമിയാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഐസ്ക്രീം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അമൂൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഉള്ളത്. ടെക്സ്ചറും അതുപോലെ തന്നെ. പക്ഷെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും അല്ല അതിനുള്ളത്. വേറെ തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷേ അതിലൊന്നും ഒട്ടും പുറകിലല്ല. അതിനോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാട്ടോ. ചിക്കു ഇവിടെ നുണഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് കൊതി കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാം. നുണച്ചിപ്പാറ് ഒക്കെ കട്ട് ചെയ്ത് കളയുമോ എന്തോ. അടിപൊളിയാട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ക്രീമൊന്നും കിട്ടാനുണ്ടാവില്ല, വിപ്പിംഗ് ക്രീം ഉണ്ടാവില്ല, ഫ്രഷ് ക്രീം, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കും. അതെ, വായ തുറക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊതിച്ചിപ്പാറ്. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ ഉണ്ടാക്കും. പിന്നെ മുട്ട വെച്ചിട്ടുണ്ടാക്കും. അത് വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ പിന്നീട് ഒരിക്കൽ. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം ആട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഹെൽത്തിയാണ് എന്നുള്ളതാണ്. വേറെ ഒന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.